ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 15-16 വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 15-16 വാക്യം. കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണു വല്ലാത്ത കഷ്ടത്തിലായിപ്പോയി. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ള തിരുവെഴുത്ത് പ്രകാരം യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു എന്ന് അറിഞ്ഞ ഒരു പിതാവ് തൻ്റെ മകൻ്റെ രോഗത്തിന് സൗഖ്യം പ്രാപിക്കേണ്ടതിന് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്ന് തൻ്റെ കുഞ്ഞിൻ്റെ ചന്ദ്രരോഗത്തെ ഒന്ന് മാറ്റണമേ എന്ന് പറഞ്ഞ് ആ പിതാവ് തൻ്റെ കുഞ്ഞിനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. മനുഷ്യൻ പലപ്പോഴും മനുഷ്യനിലാണ് ആശ്രയിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിലും സഹായിപ്പാൻ കഴിയാത്ത പ്രഭുക്കന്മാരിലും നീ ആശ്രയിക്കരുത്. നീ ആശ്രയിക്കുന്നുവെങ്കിൽ നിന്നെ നീയാക്കി തീർത്ത, നിന്നെ ദേശത്തിൻ്റെ മധ്യത്തിൽ ആക്കി വച്ച സർവശക്തനായ ദൈവത്തിൽ നീ ആശ്രയിക്കണം. അങ്ങനെ ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും. എന്നാൽ നാം പലപ്പോഴും കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളെ പിൻപറ്റാൻ ശ്രമിക്കും. എന്നാൽ സത്യദൈവത്തിൻ്റെ വചനം പറയുന്നത് കേട്ടനുസരിച്ച് അതുപ്രകാരം യാത്ര ചെയ്യുവാൻ നാം പലപ്പോഴും തയ്യാറാകാറില്ല. ഇവിടെ പ്രിയപ്പെട്ട പിതാവ് തൻ്റെ മകനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാ. എന്നാൽ ആ പ്രിയപ്പെട്ട യേശുവിൻ്റെ ശിഷ്യന്മാർ ആ കുഞ്ഞിനെ മാറി മാറി കൈവച്ചിട്ടും സൗഖ്യം വന്നില്ല. അവൻ വളരെ വേദനയോടെ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുക, കർത്താവേ, ഞാൻ എൻ്റെ കുഞ്ഞിന് രോഗം ബാധിച്ചത് കണ്ടിട്ട് നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. അവർ മാറി മാറി കൈവച്ചിട്ടും സൗഖ്യം വരായിക കൊണ്ട് അവിടുത്തേക്ക് മനസ്സുണ്ടായി. അടിയൻ്റെ കുഞ്ഞിന് സൗഖ്യം കൽപ്പിക്കുവാൻ അവിടുത്തേക്ക് ദയ തോന്നണമേ. ഏതു വ്യക്തി യേശു കർത്താവിനോട് തൻ്റെ ഉള്ളു തുറന്ന് തൻ്റെ സങ്കടങ്ങളെ പറഞ്ഞിട്ടുണ്ടോ, അവരുടെ സങ്കടങ്ങൾക്ക് യേശു കർത്താവ് വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ നല്ല പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായി നിങ്ങളോട് ഞാൻ പറയുകയാണ്, എൻ്റെ യേശുവിൻ്റെ അടുക്കൽ ആവശ്യഭാരത്തോടെ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരാരും നിരാശയോടെ മടങ്ങിയിട്ടില്ല. പലരും യേശുവിൻ്റെ അടുക്കൽ വരുവാൻ മടിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ മടിക്കുന്നത്, മറ്റുള്ളവർ എന്തു പറയും, കുടുംബക്കാർ എങ്ങനെ കാണും, സ്നേഹിതർ തന്നെ എങ്ങനെ സ്വീകരിക്കും, സമൂഹം എന്നെക്കുറിച്ച് എന്തു പറയും. കുഞ്ഞ് ലോകത്തിൽ നോക്കി ലോകർ പറയുന്നത് കേട്ട് അതുപ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ കുഞ്ഞെ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയില്ല.
എന്നാൽ ലോകത്തെ നോക്കാതെ, ലോകം പറയുന്നത് കേൾക്കാതെ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അനുസരിച്ച് അത് പ്രകാരം ദൈവസന്നിധി കടന്നു വന്ന് ദൈവമുമ്പാകെ നിൻ്റെ ഭാരങ്ങളെ ഇറക്കി വെച്ച് അവൻ്റെ വചനം പറയുന്നതനുസരിച്ച് വിശ്വസിക്കാൻ തയ്യാറായാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ കഴിയും. ആ സമയം നിന്നെ പഴിച്ചവരും കുറ്റം പറഞ്ഞവരും നിന്നെ പുറകോട്ട് വലിച്ചവരും നിന്നെ കളിയാക്കിയവരും നിന്നിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം കണ്ടിട്ട് നിന്റെ ദൈവത്തെ എനിക്കും വേണമെന്ന് പറഞ്ഞ് അവർ നിന്നോടുകൂടെ ചേർന്ന് നിൽക്കും. കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, നീ ലോകത്തോട് ചേരുമെന്നല്ല, ലോകക്കാർ നിന്നോടുകൂടെ ചേരും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, യേശുവിൻ്റെ അടുക്കൽ ആ പിതാവ് ചെന്നൊരു പരാതി പറയുക. യേശു കർത്താവ് ആ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാകാൻ മനസ്സുണ്ടായി. സ്വത്രം, ആ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കി. ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളോട് പറയട്ടെ, എൻ്റെ യേശു അപ്പൻ്റെ അടുക്കൽ വരുന്ന വ്യക്തിയുടെ കുടുംബം യേശു കർത്താവ് ചോദിക്കത്തില്ല. അവൻ്റെ പോക്കറ്റിൽ എന്തുണ്ടെന്ന് യേശു കർത്താവ് ചോദിക്കത്തില്ല. എത്ര വർഷമായി നീ വിശ്വാസിയായിരിക്കുന്നു എന്ന് യേശു കർത്താവ് ചോദിക്കത്തില്ല. നിൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്, അവരെല്ലാവരും കൂടെ വന്നാലേ ഞാൻ നിൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായവനായി ഇരിക്കത്തുള്ളെന്ന് യേശു കർത്താവ് പറയത്തില്ല. നീ ഏത് പള്ളിയിലാ പോകുന്നത്, നിൻ്റെ പാസ്റ്റർ ആരാണ്, നീ ഏത് സമുദായത്തിലാ പോകുന്നത്, നിനക്ക് ശുശ്രൂഷ പകർന്നു തരുന്ന ആരാണെന്ന് യേശു കർത്താവ് ചോദിക്കത്തില്ല. കാരണം അവങ്കിലേക്ക് നോക്കുക, പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു എന്നുള്ള ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നിവർത്തിയാകേണ്ടതിന് നിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം അറിഞ്ഞ് സ്വർഗം നിനക്ക് വേണ്ടത് തന്നു നിറയ്ക്കും കുഞ്ഞ്. അതുകൊണ്ട് മനുഷ്യരെ അല്ല നോക്കേണ്ടത്, നിന്നെ ഉരുവാക്കി ഭൂതലത്തിൽ വേണ്ടതെല്ലാം തന്നു നിറച്ച ദൈവത്തെ നോക്കണം. എന്നിട്ട് നീ പറയണം, കർത്താവേ, ഞാനായിരിക്കുന്നത് നിൻ്റെ കൃപയാലാണ്, എൻ്റെ കുടുംബമായിരിക്കുന്നത് നിൻ്റെ ദയയാലാണ്, എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നത് നിൻ്റെ കരുണയാലാണ്, നീ ഒഴികെ ഞങ്ങൾക്കൊരു നന്മയുമില്ലെന്ന് പറഞ്ഞ് ദൈവം മുമ്പാകെ നിന്നെ ഒന്ന് നീ കൊടുത്താലുണ്ടല്ലോ, നീ മാത്രമല്ല, നിൻ്റെ കൂട്ടാളി മാത്രമല്ല, നിൻ്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടും. പിശാച് നിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ, നിന്റെ തലമുറയുടെ ഭാവിയെ ഇല്ലാതാക്കുവാൻ, നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യുവാൻ, നിന്റെ ഭവനത്തിനകത്ത് രോഗം കൊണ്ടുവന്ന് ദൈവനാമം നിന്നിലൂടെ ദുഷിക്കപ്പെടേണ്ടതിന് ബാധ്യതകൾ നിന്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് നിന്നെ ലോകത്തിൽ അലയുമാറാക്കും. അതുകൊണ്ട് അതിൽ നിന്ന് വിമോചനം നേടുവാൻ യേശുവിൻ്റെ വചനം പറയുന്ന പ്രകാരം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ കുഞ്ഞെ, നീ വഴിയിൽ പട്ടുപോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഈ നല്ല പകലിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, അവനാർക്കും കടക്കാരനല്ല. ലോകത്തിൽ ആരിലേക്ക് ആശ്രയിച്ചാലും അവിടെയൊക്കെ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നിൽ വെളിപ്പെട്ടു വരികയില്ല. ഇവിടെ പിതാവ് നാളുകളായി കരഞ്ഞു വിലപിച്ച് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഓടിയിട്ടൊന്നും തൻ്റെ ഓട്ടത്തിന് ഒരു ശമനമുണ്ടാകാതെ യേശു തൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയത് കൊണ്ട് ആ യേശുവിനെ പിൻപറ്റുന്ന ആ അപ്പനെയും മകനെയും കണ്ടിട്ട് ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യേശുവേ, എന്തുകൊണ്ട് ഞങ്ങൾ മാറി മാറി കൈവച്ചിട്ടും ആ കുഞ്ഞിന് സൗഖ്യം വന്നില്ല? പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി യേശു കർത്താവ് അവരുടെ സംശയത്തിന് മറുപടി കൊടുക്കുകയാണ്. സ്തോത്രം. കുഞ്ഞെ, ഒരു യോഗ്യതയുമില്ലാതെ എല്ലാവരാലും തഴയപ്പെട്ട് ജീവിതത്തിൻ്റെ നാളുകൾ കഷ്ടതയുടെ കണ്ണുനീരിൻ്റെ നടുവിൽ വിയർപ്പൊഴുക്കി നിൻ്റെ കുടുംബത്തിനകത്ത് ഒരു നന്മയുണ്ടാക്കി നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി ഒരുക്കി കൊടുത്ത് വാർദ്ധക്യകാലം ആ
പ്രായമാകുമ്പോൾ തൻ്റെ മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ച് നീ ഓടിയ ഓട്ടത്തിൽ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അത് മറന്നത് കൊണ്ടാ നീ ആഗ്രഹിക്കുന്ന സന്തോഷം നിനക്ക് പ്രാപിപ്പാൻ കഴിയാതെ പോയത്. അത് മറ്റൊന്നുമല്ല, നിന്നെ നടത്തിയ ദൈവത്തെ, നിനക്ക് വേണ്ടി കരുതിയ ദൈവത്തെ, നിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒരു കുറവും വരുത്താതെ നിന്നെ പുലർത്തിയ ദൈവത്തെ നീ മറന്ന് ലോകക്കാർ പറയുന്നത് കേട്ട് അതിൻ്റെ പിന്നാലെ നീ പോയത് കൊണ്ടാ കുഞ്ഞെ. ഇന്ന് പകൽക്കാലം മടങ്ങി വരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിന്റെ നോട്ടം ലോകത്ത് നിന്ന് മാറി ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഈ പകൽക്കാലം വ്യക്തമായി പറയട്ടെ, നീ ഒരനുഗ്രഹമായി മാറും. ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന്, സ്വത്രം ഭോഷത്വമായതിന് സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്തിൽ സ്വത്രം ധനവാന്മാരെ തേടിപ്പോയില്ല. പകരം എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് പകലന്തിയോളം വിയർപ്പൊഴുക്കി അധ്വാനിച്ചിട്ട് വരുന്ന മുക്കുവ സഹോദരന്മാരെ തേടിപ്പോയി. സ്വത്രം യേശു ചെല്ലുമ്പോൾ തങ്ങളുടെ അധ്വാനം കഴിഞ്ഞ് ഒരു ചെറുമീൻ പോലും കിട്ടാതെ വല നൂർത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പത്രോസിനെയും കൂട്ടരെയും കണ്ട യേശു പറഞ്ഞ്, പത്രോസേ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, നീ എന്നെ അനുഗമിക്ക. സ്വത്രം വഴിത്തലക്കൽ കണ്ടവരെയെല്ലാം കർത്താവ് തന്നെ അനുഗമിപ്പാൻ നിയോഗിച്ചു. നോക്ക്, യേശു കർത്താവ് ശിഷ്യന്മാരും കടന്നു വരുമ്പോൾ ചുങ്കം പിരിച്ചുകൊണ്ട് ജനത്തെ ബുദ്ധിമുട്ടിച്ചു കൊണ്ട് ധനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സക്കായിയെ കണ്ടു. സ്വത്രം സക്കായിയോട് പറഞ്ഞു, സക്കായിയെ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും സക്കായി പ്രതീക്ഷിച്ചില്ല ഈ ചുങ്കക്കാരനായി എൻ്റെ വീട്ടിൽ യേശു വരുമെന്ന്. അവൻ ആഗ്രഹമുണ്ട് സ്വത്രം യേശുവിനെ ഒന്ന് കാണണം. അവൻ ആഗ്രഹമുണ്ട് യേശുവിൽ നിന്ന് ചിലത് പ്രാപിക്കണം. പക്ഷേ തൻ്റെ പാപം അതിന് തന്നെ അനുവദിക്കുന്നില്ല. സക്കായി യേശു കാണാതെ അത്തിയുടെ മുകളിൽ കയറിയിരുന്ന് യേശു വരുന്ന വഴിക്കൊന്ന് കാണണം. പക്ഷേ സക്കായിയെ യേശു കാണരുത്, സക്കായിക്ക് യേശുവിനെ കാണണം. ഈ പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിൽ ചിലരും ഇങ്ങനെയാണ്. സ്വത്രം എനിക്ക് യേശുവിനെ ആരാധിക്കാൻ വയ്യ, യേശുവിൽ നിന്ന് അനുഗ്രഹം വേണം, യേശുവിൻ്റെ വചനം പഠിക്കാൻ വയ്യ, സൗഖ്യം വേണം, യേശുവിനോട് കൂടെ നിൽക്കാൻ വയ്യ, ലോകത്തിൽ ഉയർത്തപ്പെടണം. അതിന് അവിടെ ഇവിടെയും പോയി അങ്ങനെ ഇങ്ങനെ പോയി സ്വത്രം അനേകർ പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി ഇരിക്കുക. ഇല്ല കുഞ്ഞെ, നീ ഉയരത്തില്ല. ഒരു പക്ഷേ നീ അല്പകാലത്തേക്ക് ഉയർന്നിരിക്കും, എന്നാൽ പിന്നത്തേതിൽ നിന്റെ പതനം ഭയങ്കരമായിരിക്കും. കാരണം കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിക്കൊള്ളാൻ ദൈവത്തിൻ്റെ വചനത്തോടെ കർത്താവ് പറയുന്നുവെങ്കിൽ, കാര്യസാധ്യം പ്രാപിക്കാൻ നീ കർത്താവിനെ അനുഗമിക്കല്ലേ. ലോകത്തിൽ പോയാലും നിന്റെ കാര്യം സാധിക്കും. പക്ഷേ കർത്താവിനോട് കൂടെ നിൽക്കാൻ നീ ആഗ്രഹിച്ചാൽ ലോകത്തു നിന്ന് ലഭിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് സ്വർഗത്തു നിന്ന് നിനക്ക് തന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ നിറയ്ക്കും. അതുകൊണ്ടാണ് പത്രോസ് ചോദിച്ച ചോദ്യത്തിൻ്റെ മുമ്പിൽ യേശു കർത്താവ് പറഞ്ഞത്. എന്താണ് പത്രോസ് ചോദിച്ചത്? ഞങ്ങൾ വള്ളവും വലയും വിട്ട് നിന്നെ അനുഗമിക്കുവാൻ വന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സ്തോത്രം. ഇന്ന് അനേകർ യേശുവിനെ അനുഗമിക്കുന്നത് ലോകത്തിൽ പലതും നേടുവാൻ വേണ്ടിയാ. സ്വത്രം. എന്നാൽ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സ്വത്രം, എന്നെ അനുഗമിച്ചാൽ ലോകത്തിൽ നിന്ന് മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് കൂടി നീ ആഗ്രഹിക്കുന്ന തന്നു നിറപ്പാൻ ഞാൻ മതിയായവനാ. ഈ നല്ല പ്രഭാതത്തിൽ വ്യക്തമായി പറയട്ടെ, അനുഗമിച്ച കർത്താവേ, മത്തായിയും അനുഗമിച്ച പത്രോസും കൂട്ടരും ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ അവൻ്റെ ശുശ്രൂഷയ്ക്ക് പങ്കാളികളായി ദേശത്തിന് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകലിൽ പറയട്ടെ, പ്രാപിക്കുന്നത് പ്രാപിച്ചെടുത്തിട്ട് കർത്താവിൻ്റെ സന്നിധി വിട്ട് അകന്നു പോയാൽ ശത്രു നിന്നെ തകർത്ത് കളയും. എന്നാൽ നീ പ്രാപിച്ചിട്ട് ദൈവത്തോട് കൂടെ നിന്ന് നോക്ക്. ദൈവ
ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം അവൻ്റെ സന്നിധിയിൽ നീ ഒന്ന് മുഴങ്കാലും അടക്കി നോക്ക്. നിന്റെ ആവശ്യങ്ങൾ എന്തോ അത് തന്നു നിറപ്പാൻ യേശു കർത്താവ് മതിയായവനാ. സ്വത്രം. യേശു കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ അത്ഭുതത്തോടെ നോക്കി നിന്നവർ സ്വത്രം അവരാഗ്രഹിച്ചു, ഇതുപോലെ ഞങ്ങൾക്കും ചെയ്യണം. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ മഹത്വം കാണണമെന്ന് ആഗ്രഹിച്ച ശിഷ്യന്മാരെ യേശു അടുക്കൽ വിളിച്ചു. സ്വത്രം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, പ്രാർത്ഥിച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം, മരിച്ചു കിടക്കുന്നവരെ എൻ്റെ നാമത്തിൽ കരം പിടിച്ചെഴുന്നേൽപ്പിക്കണം. സ്വത്രം. ശാപത്തിൽ കിടക്കുന്നവരെ ശാപത്തിൽ നിന്ന് മോചിക്കണതിന് അവർക്കായി പ്രാർത്ഥിക്കണം. സ്വത്രം. വിശ്വസിക്കുന്നവരിൽ എൻ്റെ മഹത്വം വെളിപ്പെടുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. സ്വത്രം. അവരുടെ മേൽ കൈവച്ച് യേശു കർത്താവ് അവരെ അനുഗ്രഹിച്ച് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞു വിടുമ്പോൾ അവർ കണ്ടത് ഇന്നുവരെ കാണാത്ത, ഇന്നലെ വരെ കാണാത്ത ഒരു വലിയ ദൈവമഹത്വമാണ്. സ്തോത്രം. മനുഷ്യരെ പിടിക്കുവാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആത്മാവ് അവരുടെ മേലുണ്ടായിരുന്നു. സ്തോത്രം. ആ ആത്മാവിൽ അവർ പറഞ്ഞതെല്ലാം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, ഒരു പക്ഷേ നിനക്ക് തോന്നാം നിന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല, നിനക്കതിനുള്ള കഴിവില്ല, നീ ആഗ്രഹിക്കുന്നതൊന്നും നിനക്ക് ലഭിക്കത്തില്ല, നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുക. സ്വത്രം. ആരും നിൻ്റെ കൂടെ വരാനില്ല എന്ന്. കുഞ്ഞെ, ആരുമില്ലാത്തവർക്ക് കർത്താവുണ്ട്. കുഞ്ഞെ, ആ കർത്താവ് പറഞ്ഞ വാക്ക് കേൾക്കണേ. അനാഥന്മാർക്കും വിധവമാർക്കും ഞാൻ ന്യായം പാലിച്ചു കൊടുക്കും ദൈവമാണെന്ന്. അങ്ങനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആരുമില്ല എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ഇന്ന് പകലിൽ നീ പറ, കർത്താവേ, നീ എന്നോട് കൂടെ ഇരുന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന ശുഭഭാവി പ്രാപിപ്പാൻ കഴിയുമെന്ന്. ഓക്കെ, വ്യക്തമായി പറയട്ടെ, യേശു കർത്താവ് സ്വത്രം ആ തൻ്റെ സഹോദരങ്ങളുടെ മേൽ ആത്മാവിനെ പകർന്നപ്പോൾ അവർ അത്ഭുതങ്ങൾ കാണുവാൻ തുടങ്ങി, അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. ചെല്ലുന്ന സ്ഥലത്തെല്ലാം വലിയ വലിയ ദൈവപ്രവർത്തികൾ കാണാൻ തുടങ്ങി. സ്വത്രം. അവരെല്ലാം ഒരുമിച്ച് ഒരിടത്ത് കൂടി. സ്വത്രം. ഒരിടത്ത് കൂടിയപ്പോൾ ദൈവം അവരിലൂടെ ചെയ്തെടുത്ത വീര്യപ്രവർത്തികളെ അവർ പരസ്പരം ഷെയർ ചെയ്തു. സ്വത്രം. നോക്ക്, തങ്ങളെ കൊണ്ട് കഴിയാത്തത് തങ്ങളിലൂടെ വെളിപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ തങ്ങളിൽ മത്സരം തുടങ്ങി. അവരുടെ ഇടയിൽ പിശാച് കയറി. ഭാവിക്കണതിന് മീതെ കുഞ്ഞെ, നീ ഭാവിച്ചുയരാതെ ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ അത് എന്നെ ആക്കിയതാ, അത് സർവശക്തനായ ദൈവമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴി താഴ്ത്തി കൊടുക്കാതെ നിന്നിൽ വെളിപ്പെട്ട ദൈവമഹത്വം കണ്ടിട്ട് നീ നിന്നിൽ തന്നെ പുകഴുവാൻ, നീ എന്തൊക്കെ ആണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ നിമിഷം നിന്നിൽ വെളിപ്പെട്ട ദൈവകൃപ നിന്നിൽ നഷ്ടപ്പെടും. തങ്ങളിൽ തർക്കിച്ചും വാദിച്ചും മത്സരിച്ചും സ്വത്രം അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. വരുന്ന വഴിയിലാണ് ഈ പ്രിയ പിതാവ് തൻ്റെ കുഞ്ഞുമായി വന്നത്. ഈ നല്ല പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് മഹത്വമായി മാറ്റണം. അപ്പാ, ഞാനായത് നിൻ്റെ കൃപയാലാണ്. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞതാ, എല്ലാവരും എന്നെ വേണ്ടെന്ന് വെച്ചതാ, ഇനി ഒന്നിനും എന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷേ ഒന്നിനും കൊള്ളാത്ത എന്നെ സകലത്തിനും കൊള്ളാവുന്നതാക്കി തീർത്തത് അവിടുന്നാണല്ലോ കർത്താവേ. ഒരിക്കലും നിൻ്റെ സന്നിധി വിട്ട് പോകുവാൻ എനിക്കിടയാകല്ല എന്ന് പറഞ്ഞ് ദൈവം മുമ്പാകെ നിന്നെ നീ ഒന്ന് താഴ്ത്തി കൊടുത്തു നോക്ക്. കർത്താവ് നിന്നെ സകല നാമത്തിന് മേലായ നാമം നൽകി ഉയർത്തുക തന്നെ ചെയ്യും. സ്തോത്രം. അവർക്ക് ഭയങ്കര സന്തോഷമായി. ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ അടുക്കൽ വന്ന്
സ്വത്രം. അവർ ഒരു സങ്കടം പറയുക, കർത്താവേ, ഞങ്ങൾ ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തു. യേശു പറഞ്ഞു, മക്കളെ, സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. എന്നാൽ ഈ നല്ല പകല് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിയാതെ വന്നത് നിങ്ങളിലുള്ള അവിശ്വാസമാ. നിങ്ങളിൽ വലിയവൻ ആരാണെന്നുള്ള അഹംഭാവം നിങ്ങളിൽ വന്നതുകൊണ്ടാ. വഴിയിൽ കിടന്ന് തർക്കിച്ചും വാദിച്ചും മത്സരിച്ചും നിങ്ങൾ വന്നതുകൊണ്ടാ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് സൗഖ്യമാക്കാൻ കഴിയാതെ പോയത്. പ്രൈസ് ദി ലോർഡ്. കുറവുകൾ അവരുടെ മുഖത്തു നോക്കി യേശു പറയുമ്പോൾ അവർ മറുതലിച്ച് പിന്മാറിപ്പോയില്ല. അവരുടെ തെറ്റാണെന്ന് യേശു പറയുമ്പോൾ അവർ യേശുവിനെ വിട്ടേച്ചു പോയില്ല. സ്വത്രം. അവർക്ക് എന്തുകൊണ്ടാണ് പോകാൻ മനസ്സുണ്ടാകാതെ ഇരുന്നതെന്നറിയാമോ? യേശുവിനോട് കൂടെ ഇറങ്ങി തിരിച്ച നാൾ മുതൽ അവർ പോലും അറിയാത്ത അംഗീകാരം, അവർ പോലും അറിയാത്ത സമാധാനം, സന്തോഷം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചത് കൊണ്ടാ. എന്നാൽ യേശു പറഞ്ഞ വാക്ക് കേട്ട്, സ്വത്രം, അത് കഠിന വാക്കാണെന്ന് പറഞ്ഞ് ഒരുപാട് പേർ പിൻവാങ്ങിപ്പോയി. ലോകത്തിൽ എന്തൊക്കെ നാം ചെയ്താലും സ്വത്രം അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ എപ്പോഴാണ് നമുക്ക് വിഷയമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം, ഇല്ല എങ്കിൽ പിശാച് നിന്നെ തകർക്കും എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് നമുക്ക് റിജക്റ്റ് ചെയ്യാൻ തോന്നുന്നത്. സ്വത്രം. പിന്നെ യേശുവിനെ മുറുകെ പിടിച്ചില്ലെങ്കിൽ പിന്നെ ജയിക്കത്തില്ലയോ, രക്ഷപ്പെടത്തില്ലയോ? ലോകത്തിൽ ഉയർത്തപ്പെട്ട പലരും യേശുവിനെ മുറുകെ പിടിച്ചിട്ടല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ മാത്രം നിങ്ങൾ പറയുന്നത്? യേശുവിനെ കൊണ്ട് മാത്രമേ സകലതും കഴിയൂവെന്ന്. ഇല്ല കുഞ്ഞെ, യേശുവിനെ നീ മുറുകെ പിടിച്ചില്ലെങ്കിലും നീ ലോകത്തിൽ ഉന്നതനാകും, സമൂഹത്തിൽ മെച്ചപ്പെട്ട അംഗീകാരം നിനക്ക് ലഭിക്കും, ജീവിത സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടും. സ്വത്രം. പക്ഷേ ഇതെല്ലാം ആകുമ്പോൾ അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യം ഉണ്ടാവത്തില്ല, തിന്നാനുള്ള ഭാഗ്യമുണ്ടാവത്തില്ല. എല്ലാം ലഭിച്ച് ദൈവത്തെ മറന്ന് നീ ജീവിക്കുമ്പോൾ ലോകം നിന്നെ കടന്നു പിടിക്കും, രോഗം നിന്നെ കടന്നു പിടിക്കും, ബാങ്കുകാർ നിന്നെ കടന്നു പിടിക്കും, എല്ലാവരും നിന്നെ കുറ്റം പറയും. ഒടുവിൽ മനസ്സും ശരീരവും ഒരുപോലെ തകർന്നിട്ട് നീ ഒരു മാനസിക രോഗിയായി, ശാരീരിക രോഗിയായി നീ തളർന്നു വീഴുമ്പോൾ ലോകവും കാണത്തില്ല, ലോകക്കാരും കാണത്തില്ല, മക്കളും കാണത്തില്ല, കൊച്ചുമക്കളും കാണത്തില്ല. ഒടുവിൽ നിൻ്റെ ഭവനത്തിനകത്ത് നീ ഞരങ്ങി മക്കളെ ഓർത്ത് നിലവിളിക്കേണ്ടി വരും. നിന്റെ പണം കൊണ്ട് നിനക്ക് പ്രയോജനമില്ലാതെ പോകും. നിന്റെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറ കൊണ്ട് നിനക്ക് പ്രയോജനമില്ലാതെ പോകും. ബാങ്കിൽ കിടക്കുന്ന ബാങ്ക് ബാലൻസ് നീ എത്ര ഡോക്ടർമാർക്ക് കൊടുത്താലും നിനക്ക് സൗഖ്യം വരാതെ നീ തകർന്നു പോകും. എന്നാൽ ഈ നല്ല പകലിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, നിന്നെ നീയാക്കി നിനക്ക് വേണ്ടതെല്ലാം തന്ന ദൈവത്തെ മറന്ന് ജീവിക്കാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് അത് പ്രകാരം നീ ഒന്ന് ജീവിച്ചു നോക്ക്. ഒരനർത്ഥവും വന്ന് ഭവിക്കാതെ സർവശക്തനായ ദൈവം നിന്നെ കാക്കും. സങ്കീർത്തനം 91:10-11 പറയുന്നത് അതാണ്. സ്വത്രം. ഒരനർത്ഥവും നിനക്ക് വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, നിന്റെ എല്ലാ വഴികളിലും ഞാൻ നിന്നെ കാക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാ, കാക്കുക മാത്രമല്ല 91:16 സ്വത്രം, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും എന്ന് പറഞ്ഞാൽ ആയുസ്സിൻ്റെ മധ്യത്തിൽ വഴിയിൽ നിന്നെ തകർക്കുവാൻ വരുന്ന പിശാചിൻ്റെ കരത്തിൽ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ആയുസ്സിൻ്റെ മധ്യത്തിൽ നീ ഒരു കിടരോഗിയായി മാറത്തില്ല. ആയുസ്സിൻ്റെ മധ്യത്തിൽ രോഗം പേറിയവനായി നീ ലോകത്തിൽ വൈദ്യന്മാരെ തേടി അലഞ്ഞു നടക്കേണ്ടി വരത്തില്ല. നിനക്ക് തന്ന നന്മ നീയും നിന്റെ കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ അനുഭവിച്ച് ഭൂതലത്തിൽ സമാധാനത്തോടെ പാർക്കുവാൻ സ്വർഗത്തിലെ അപ്പം നിന്റെ കൂടെ നിൽക്കും. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ
ആ പിതാവ് സന്തോഷത്തോടെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് കണ്ട് സ്വത്രം വന്നിട്ട് ചോദിച്ച ചോദ്യമാ, എന്തുകൊണ്ട് ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടും ആ കുഞ്ഞിൻ്റെ രോഗത്തെ ഞങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞില്ല? കുഞ്ഞെ, നീ തോറ്റുപോയത് നീ അറിഞ്ഞില്ല. എവിടെയാ നീ തോറ്റതെന്നറിയാമോ? എങ്ങനെയാ നീ തോറ്റതെന്നറിയാമോ? നിനക്കർഹതയില്ലാത്ത ശുശ്രൂഷകൾ സ്വർഗത്തിലെ ദൈവം നിന്നെ ഏൽപ്പിച്ചപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ ശുശ്രൂഷയ്ക്കകത്ത് നിന്റെ ബുദ്ധിയെ നീ കടത്തിവിട്ടു. പണത്തിനു വേണ്ടി സ്വത്രം നീ പലതും ദൈവസന്നിധിയിൽ നിന്നോട് ചെയ്യാൻ തുടങ്ങി. സ്വത്രം ദ്രവ്യാഗ്രഹം നിൻ്റെ അകത്ത് കയറിയപ്പം നീ പ്രാർത്ഥിക്കാൻ മറന്നുപോയി, ഉപവസിക്കാൻ മറന്നുപോയി, ദൈവവചനപ്രകാരം നീ നിൽക്കാൻ മറന്നുപോയി. പിന്നെ നിൻ്റെ ലക്ഷ്യം മുഴുവനും എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ സമൂഹത്തിൽ തല ഉയർത്താം, എങ്ങനെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കാം, എങ്ങനെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സമ്പന്നനായി മാറാം എന്നൊക്കെ ചിന്തിച്ച് നിൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. നീ ദൈവത്തെയും ദൈവജനത്തെയും മാറ്റിവെച്ചിട്ട് നിൻ്റെ കണ്ണിൻ മുൻപിൽ കണ്ടതെല്ലാം നീ ദൈവത്തിൻ്റെ പേരിൽ നീ നേടാൻ ശ്രമിച്ചു. എന്നിട്ട് നേടിയിട്ട് നീ പറഞ്ഞത് ദൈവം തന്നതാണെന്ന്. സ്വത്രം കുഞ്ഞെ, ദൈവം തന്നാലുണ്ടല്ലോ വ്യക്തമായി തിരിച്ചറിയണം. ദൈവം തന്നാൽ അതിൻ്റെ കൂടെ രോഗം തരത്തില്ല കേട്ടോ, അതിൻ്റെ കൂടെ വേദന തരത്തില്ല കേട്ടോ. ദൈവം തന്നാലുണ്ടല്ലോ നീ ഒരു കിടരോഗിയായി മാറത്തില്ല കേട്ടോ. ദൈവം തന്നാൽ നിൻ്റെ കരത്തിലിരിക്കുന്നിടത്ത് തിന്നാൻ ഭാഗ്യമില്ലാതെ വരത്തില്ല കേട്ടോ. ഇന്ന് പലരും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക. സ്വത്രം, ഓ പൗലോസിന് രോഗമുണ്ടായിരുന്നല്ലോ, അതുപോലെ ഞാനും ഒരു രോഗിയാ. സ്വത്രം കുഞ്ഞെ, വചനം വ്യക്തമായി പഠിക്കണേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിച്ചാൽ മാത്രമേ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. പൗലോസിനുണ്ടായിരുന്ന രോഗം അത് നട്ടലുവേദനയോ നടുവേദനയോ തലവേദനയോ കടരോഗമോ ഒന്നുമായിരുന്നില്ല കേട്ടോ. വ്യക്തമായി തിരിച്ചറിയണം. നിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വെച്ചിട്ട് നിന്നോട് വാദിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. സ്തോത്രം. പക്ഷെ ബൈബിൾ വ്യക്തമായി പറയുന്നത് പൗലോസിനുണ്ടായിരുന്ന രോഗം ഒരു ബലഹീനത. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയുകയാണ്. ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്, ഒരുപാട് ഇടി വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരുപാട് കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, സ്വത്രം കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ പ്രായം തനിക്ക് കവിയുമാറ് ബലഹീനത കൊടുത്തു. ദേശത്തങ്ങോളം ഇങ്ങോളം രാവെന്നില്ല പകലെന്നില്ല ഓടി നടന്ന് യേശു തന്നെ രക്ഷിച്ച രക്ഷയെക്കുറിച്ച് ഘോഷിക്കുമ്പോൾ സ്വത്രം തൻ്റെ ശരീരം ബലഹീനമായി. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് പകല് മുഴുവനും കൂടാരപ്പണി ചെയ്ത് രാത്രിയുടെ യാമത്തിൽ ബന്ധപ്പെട്ട് യേശുവിനെ ഉയർത്താൻ ഉറക്കമില്ല, ഊണില്ല. നിർബന്ധം, സുവിശേഷമെന്ന നിർബന്ധം തൻ്റെ മേൽ കടന്നതുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ ബലത്തെ പോലും ഓർക്കാതെ, തൻ്റെ ശരീരത്തിൻ്റെ പുഷ്ടി ഓർക്കാതെ യേശുവിൻ്റെ മഹത്വം ഉയർത്താൻ പോയതുകൊണ്ട് തൻ്റെ ശരീരം ബലഹീനമായി. ആ ബലഹീനതയിൽ താൻ തളർന്നു പോകുമെന്ന് തോന്നിയപ്പം സർവശക്തൻ്റെ മുമ്പിൽ നോക്ക് പൗലോസ് പറയാ, കർത്താവേ, ഈ അവസ്ഥ എനിക്ക് പിന്തുടർന്നാൽ ഞാൻ തകർന്നു വീഴും, എനിക്ക് ഓട്ടം തികയ്ക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ബലഹീനത എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ അവിടുത്തേക്ക് മനസ്സുണ്ടാകണമേ. നമ്മൾ പറയുന്ന പോലെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പിന്നെ തളർവാദവും സ്ട്രോക്കും ഒന്നും അല്ല പൗലോസിനുണ്ടായിരുന്നത്. സ്വത്രം നമ്മളൊക്കെ ആ ഒരൊറ്റ വാക്കിനെ പിടിച്ചുകൊണ്ട് സ്വത്രം ടാബ്ലറ്റ്സും കഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും നിൽക്കുക യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന്. സ്വത്രം പറയട്ടെ, എൻ്റെ യേശു അങ്ങനെ നിന്നെ ഒരു രോഗിയാക്കിയിട്ട് നിന്നെക്കൊണ്ട് ലോകയുടെ മുമ്പിൽ പ്രസംഗിപ്പിക്കുന്നവനല്ല കേട്ടോ. രോഗം വന്നാൽ അതിനൊരു കാരണമുണ്ട്, ആ കാരണം കണ്ടെത്തണം. സ്വത്രം രോഗം വന്നാൽ ആ കാരണം കണ്ടെത്തി അതിന് ചികിത്സിച്ചേ പറ്റൂ. പക്ഷെ നീ ചെയ്യുന്ന എന്തുവാണെന്നറിയാമോ? സ്വത്രം ഡോക്ടർ പറഞ്ഞു തിന്നരുത്, ഡോക്ടർ പറഞ്ഞു കുടിക്കരുത്,
ഇരിക്കരുത്, ഡോക്ടർ പറഞ്ഞു ഓടരുത്, ഡോക്ടർ പറഞ്ഞു കിടക്കരുത്, ഡോക്ടർ പറഞ്ഞു നടക്കാൻ. സ്വത്രം. ഡോക്ടർ പറഞ്ഞ കേട്ട് നേരം പരവര വെളുക്കുമ്പോൾ കട്ടൻ കാപ്പി പോലും കുടിക്കാതെ നീ നടക്കുക. നടന്ന് വിയർപ്പൊഴുക്കി ക്ഷീണിച്ച് വന്നിട്ട് നല്ല ആഹാരം കഴിക്കേണ്ട സ്ഥാനത്ത് പാവയ്ക്ക ജ്യൂസ് കുടിക്കുക. സ്വത്രം. കുഞ്ഞേ, ഇഷ്ടം പോലെ തിന്നാൻ തന്നതല്ല ദൈവം, ഇഷ്ടം പോലെ കുടിക്കാൻ തന്നതല്ല ദൈവം. നീ കണ്ണുനീരൊഴുക്കിയപ്പോഴെല്ലാം ദൈവം നിന്നെ മാനിച്ചില്ലേ? പിന്നെ എന്താ നിനക്ക് ഭയം? നീ ലോകം പറയുന്നത് കേട്ട, ലോകത്തിലെ മനുഷ്യൻ പറയുന്നത് കേട്ട്, ലോകത്തിലെ പലരും രോഗം വന്ന് ബാധിച്ച് കിടക്കുന്നത് കണ്ട് നീ ലോകത്തിലേക്ക് നോക്കി. അതുകൊണ്ടാ കുഞ്ഞെ നീ തോറ്റുപോയത്. സ്വത്രം. നീ തോൽക്കാതെ നിൽക്കണമെങ്കിൽ ദൈവം പറയുന്നത് കേട്ട് അത് പ്രകാരം നിൽക്കണം. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിശ്വസിക്കണം. സ്വത്രം. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്വത്രം. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പല പ്രിയപ്പെട്ടവരും സ്വത്രം, ഓ ഇത് ദൈവം തന്നതാ. അപ്പോസ്തലനായ പൗലോസിന് ശൂലമുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതുകൊണ്ട് ദൈവം അല്ല കുഞ്ഞെ, ഇത് നീ വരുത്തി വച്ചതാ. നീ ദൈവത്തെ ഉയർത്തിയിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ നീ കാട്ടിക്കൂട്ടിയ വിക്രിയകളുണ്ട്. സ്വത്രം. നീ ദൈവനാമത്തിൽ നിന്നിട്ട് പലരെയും നിന്റെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. പലരും നിന്റെ മുന്നിൽ വന്ന് ഒരു നേരത്തെ കരം നീട്ടി ഒരു നേരത്തെ ആഹാരം ചോദിച്ചപ്പോൾ സ്വത്രം നീ അവരോട് പ്രാർത്ഥിക്ക എന്ന് പറഞ്ഞ് മടക്കി വിട്ടിട്ടുണ്ട്. വിശന്നു വലഞ്ഞ് നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിന്റെ വീട്ടിലെ വലിയ സെൻട്രൽ ജയിലിൻ്റെ ഗേറ്റ് പോലെ ഗേറ്റും കെട്ടിയിട്ട് നിന്റെ വീടിൻ്റെ മുമ്പിൽ വലിയ CCTV ക്യാമറയും വെച്ച് അതിനകത്തിരുന്ന് പുറത്തു വന്ന് ബെല്ലടിക്കുന്ന VIP ആണോ അതോ പിച്ചക്കാരനാണോ അതോ സാധാരണ വിശ്വാസിയാണോ എന്ന് നോക്കിയിട്ട് നീ ഗേറ്റ് തുറന്ന ദിവസങ്ങളുണ്ട്. നീ ഓർക്കണം, ദൈവമാർക്കും കടക്കാരനല്ല കുഞ്ഞേ. നിന്നെ സൂക്ഷിപ്പാൻ സ്വർഗീയ ദൂതന്മാരുണ്ടെന്ന് നീ പ്രസംഗിക്കുമ്പം നീ മതിൽ കെട്ടി അതിനകത്ത് ആരും കാണാത്തതുപോലെ വീടിനേക്കാൾ വലിയ മതിൽ കെട്ടി. കുഞ്ഞേ, നീ വന്ന വഴി മറന്നു. കുഞ്ഞേ, നീ അനുഭവിച്ച നന്മകൾ മറന്നു. നീ നിന്റെ ദൈവത്തെ മറന്നു. ഇപ്പം നിനക്ക് ഭയമാ. ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് യേശു കർത്താവിനെ നിനക്ക് വിശ്വാസമില്ല. നീ ഘോരഘോരം വചനം പ്രസംഗിക്കും, എന്നിട്ട് നിന്റെ പ്രവൃത്തി വചനത്തിന് വിപരീതമായിട്ടാ. ഈ നല്ല പകലിൽ വ്യക്തമായി നിന്നോട് പറയട്ടെ, എൻ്റെ യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പറയുന്നതനുസരിച്ച് അത് പ്രകാരം നീ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ ഒരു CCTV വെക്കേണ്ടി വരത്തില്ല, ഒരു സെൻട്രൽ ജയിൽ പോലെ മതിലും കെട്ടേണ്ടി വരത്തില്ല. നിനക്ക് എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം തൻ്റെ ദൂതന്മാരെ കൊണ്ട് സ്വർഗം സൂക്ഷിക്കും. നീ എവിടെ പോയാലും വഴിയിൽ വീണു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്ത് തിന്നാലും നീ ചത്തു വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. വ്യക്തമായി പറയട്ടെ, കപ്പൽ ഛേദം വന്ന് സ്വത്രം കടലിൽ കിടന്ന സ്വത്രം നോക്ക് പൗലോസും കൂട്ടരും സ്വത്രം നോക്ക് ആ കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മെലീത്ത ദ്വീപിലെത്തുമ്പോൾ സ്വത്രം അവിടെ ഉണ്ടായിരുന്ന ബർബരന്മാർ അവരോട് അസാധാരണമായ ദയ കാണിച്ചെന്ന്. സ്വത്രം എന്തുകൊണ്ടാണെന്നറിയാമോ? പൗലോസിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാ. സ്വത്രം പൗലോസിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാ. സ്വത്രം നിൻ്റെ കൂടെ ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ ഈ ലോകക്കാർ പറയുന്നത് നീ കാണിക്കത്തില്ല, ലോകക്കാർ ചെയ്യുന്നത് നീ ചെയ്യത്തില്ല. കുഞ്ഞ്, ഈ പ്രാണൻ നിൻ്റെ ശരീരത്തിൽ പോകാൻ നിമിഷ നേരം മതി. നീയാണ്
ലോകത്തിന് ലോകക്കാർക്ക് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കുഞ്ഞ് ചോദ്യചിഹ്നമാകുന്നത് നല്ലത്, അത് ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കണം. അല്ലാതെ നീ വലിയ പണക്കാരനായിട്ട് നീ വലിയ മെർസിഡസ് ബെൻസിനകത്ത് കയറി ആ പാവപ്പെട്ട വിശ്വാസി കാണുമ്പോൾ ആക്സിലേറ്റർ ഒന്നുകൂടെ കൊടുത്തിട്ട് നീ എരപ്പിച്ച് പോകുമ്പം ആ വിശ്വാസി നിൻ്റെ വണ്ടി കണ്ടിട്ട് നിന്നെ ശപിക്കാൻ നീ ഇടയുണ്ടാക്കരുത് കേട്ടോ. നമുക്ക് തോന്നും, ഓ ഞാൻ വലിയ പാസ്റ്ററാ. നല്ലതാ മക്കളെ, നല്ലതാ സഹോദരങ്ങളെ, നല്ലതാ ദൈവമക്കളെ. പക്ഷേ നീ ആയത് എങ്ങനെയാണെന്നും നീ ഇതൊക്കെ നേടിയത് ആര് തന്ന നന്മയാണെന്നും ഓർക്കണം. ഇപ്പം നീ സുരക്ഷിതത്വം ഉണ്ടാക്കിയിരിക്കുക. ദൈവം സുരക്ഷിതത്വം തന്നില്ലെങ്കിൽ, സ്വത്രം ദൈവം നിന്നെ കരുതിയില്ലെങ്കിൽ നിന്റെ കരുതലെല്ലാം വെറുതെയാ സഹോദര സഹോദരി കുഞ്ഞെ. സ്വർഗം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, സ്വർഗത്തിലെ അപ്പം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എങ്ങും തോറ്റുപോകത്തില്ല. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നീ പ്രാപിക്കും. നിൻ്റെ മക്കളുടെ മക്കളെ നീ കാണും. ആയുസിൻ്റെ മധ്യത്തിൽ നീ തട്ടിപ്പോകത്തില്ല കുഞ്ഞെ. നോക്ക്, ആ ബർബരന്മാർ പൗലോസിനെയും കൂട്ടരെ ആതിഥ്യ മര്യാദ നൽകി സ്വീകരിച്ചു. തണുപ്പ് കൂടിയതുകൊണ്ട് സ്വത്രം അവരൊരു തീക്കുണ്ടം കൂട്ടി. പൗലോസ് ആ തീക്കുണ്ടത്തിൻ്റെ സൈഡിലിരുന്ന് തൻ്റെ തണുപ്പ് മാറ്റാൻ വേണ്ടി അവിടെ കിടന്ന വിറക് പെറുക്കി വെച്ച് സ്വത്രം ആ തീക്കകത്തോട്ടിട്ടു. സ്വത്രം ആ വിറകിനിടയിലിരുന്ന ഒരണലി പൗലോസിൻ്റെ കരത്തിൽ കടിച്ചു. അവിടെ കൂടിയിരുന്ന ബർബരന്മാർ പൗലോസിനെ തുറിച്ചു നോക്കി. ഇവൻ കടലിൽ കിടന്നിട്ടും ചത്തുപോകാതെ ഇരുന്നു. ഈ കരയിൽ വന്നപ്പോൾ അവനെ വിടാതെ നീതി ദൈവം അവനെ പിടിച്ചിരിക്കുന്നു. അവനിപ്പോൾ ചത്തു വീർത്തു വീഴും. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകലിൽ പറയട്ടെ, നിന്നെ വിളിച്ചത്